welcome to our chemistry class. So in the last class, we discussed the integrated rate equation for zero order and first order reaction and also related problems. Yes, so today we are going to discuss a new portion of this chapter, that is half-life of a reaction. It is very important in this chapter. Okay, so let's start. Half-life of a reaction. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷൻ ആണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് പീരീഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ ഹൗ ടു ഡിഫൈൻ ദ ഹാഫ് ലൈഫ് ഓഫ് ദാറ്റ് റിയാക്ഷൻ, ആ കെമിക്കൽ റിയാക്ഷന്റെ ഹാഫ് ലൈഫിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. It is the time in which the concentration of a reactant is reduced to 1/2 of its initial concentration. അപ്പൊ എന്താ പറയുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുന്നു, അതിലൊരു റിയാക്ടന്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ റിയാക്ടന്റിന് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുമല്ലോ. യെസ്, ആ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്നും അതിന്റെ നേർ പകുതി, അതിന്റെ ഹാഫ് ആകാൻ എടുക്കുന്ന ടൈം. മനസ്സിലായോ? നമ്മുടെ കെമിക്കൽ റിയാക്ഷനകത്തിലെ റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതിന്റെ ഹാഫ് ആകാൻ എത്ര ടൈം ആണോ എടുക്കുന്നത്, ദാറ്റ് ടൈം ഈസ് നോൺ ആസ് ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ദാറ്റ് റിയാക്ഷൻ. ഇനി ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ടി ഹാഫ്. നമ്മളപ്പോ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടി ഹാഫ് എന്ന രീതിയിലാണ്. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിലുള്ള ടി ഹാഫും കണ്ടുപിടിക്കണം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിലുള്ള ടി ഹാഫിന്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കണം, അതിന്റെ പ്രോബ്ലംസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ടി ഹാഫ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിലെ ഹാഫ് ലൈഫ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ ഇക്വേഷൻ വേണം. അപ്പൊ എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് എന്താണ്? K is equal to R0 minus R divided by T. ഇതാണല്ലോ നമ്മുടെ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. യെസ്, ഇനി നമ്മൾ ഇവിടെ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ, നമുക്ക് ഹാഫ് ലൈഫ് അല്ലേ വേണ്ടത്? യെസ്, T is equal to T half. ഹാഫ് ലൈഫിൽ ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആണ്. അപ്പൊ ടി ഹാഫ് ആവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അതിന്റെ നേരെ പകുതിയാവണം ആണല്ലോ. യെസ്, അപ്പൊ ആർ എന്ന് പറയുന്നത് എന്താവുക? R0/2 ആയിട്ട് കൺസിഡർ ചെയ്യുക. R0/2 ആണല്ലോ. അപ്പൊ ഈ വാല്യൂസ് നമുക്ക് ഇക്വേഷനകത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. യെസ്, അപ്പൊ എങ്ങനെ വരും? നമുക്ക് K is equal to R0 minus R ന്റെ സ്ഥാനത്ത് R0 divided by 2 ആണല്ലോ, ബൈ T എന്നുള്ളത് എന്തായിട്ട് മാറും? T ഹാഫ് ആയിട്ട് മാറും. നമുക്ക് T ഹാഫിന്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ഇതിനെ കൊടുക്കാം. ദാറ്റ് ഈസ് T half is equal to R0 minus R0 divided by 2 ആണല്ലോ. യെസ്, ബൈ K ഉണ്ട്. ഓക്കെ, ഇനി ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2R0 minus R0 എന്ന് പറയുന്നത് R0 ആകും അല്ലെ? യെസ്, ബൈ 2 വരും. ദാറ്റ് ഈസ് R0/2K എന്ന് വരും. ശരിയാണോ? T half is equal to R0 divided by 2K എന്ന് വരും. This is the equation for calculating half life for a zero order reaction. അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? T half is equal to R0/2K. അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ആണ് അല്ലേ? യെസ്, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മള് ടി ഹാഫും R0യും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? T half is
directly proportional to the initial concentration of the reactant എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് ആ പോയിന്റ് ഇവിടെ എഴുതി വെക്കാം. ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ, ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ എന്താ പറ്റുന്നത്, half life period of the reaction is directly proportional to ആരോടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്, initial concentration of the reactant, directly proportional to initial concentration of the reactant. ഇനി അത് മാത്രമല്ല, ഇവിടെ താഴെ K ഉണ്ട്, റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ട്. റേറ്റ് കോൺസ്റ്റന്റിനോട് എങ്ങനെയാണ് T ഹാഫ്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി rate constant of the reaction, inversely proportional to the rate constant of the reaction. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മനസ്സിലായോ? അപ്പൊ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ എങ്ങനെയാണ് ടി ഹാഫിന്റെ ഇക്വേഷൻ കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലായി. ടി ഹാഫ് ഇസ് ഈക്വൽ ടു R0/2K, and from this equation we can understand that for a zero order reaction T half is directly proportional to the initial concentration of the reactant and inversely proportional to the rate constant of the reaction. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു ചിലപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും, മനസ്സിലായി? ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ പ്രൂവ് ദാറ്റ് T half is directly proportional to initial concentration എന്ന് ചോദിക്കുമ്പോഴും ഇതേ ഡെറിവേഷൻ തന്നെയാണ് നമ്മൾ അവിടെയും കാണിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ എങ്ങനെയാണ് ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. അവിടെ നമുക്ക് എന്ത് വേണം, ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ വേണം അല്ലെ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വേണം. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ K is equal to 2.303/T log R0 divided by R. log R0 divided by R. ഇനി നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം when എന്താണ് T is equal to T half ആയിട്ട് മാറും. അപ്പൊ R എന്തായിട്ട് മാറും, R0/2 ആയിട്ട് മാറും അല്ലെ. ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയാകുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യെസ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഈ T ഹാഫിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്, കുഴപ്പമില്ലല്ലോ. T half is equal to 2.303/K log R0 divided by R അവിടെ എന്ത് വരും, R0/2 വരും അല്ലെ. R0 divided by 2. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇതിനകത്ത് ഈ R0യും R0യും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും, T half is equal to 2.303/K log 2 എന്ന് വരും. log 2. ഇനി നമുക്ക് log 2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. T half is equal to 2.303/K into log 2ന്റെ വാല്യൂ 0.3010 ആണ്. ഓക്കെ. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.303 into 0.3010 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, യു വിൽ ഗെറ്റ് 0.693 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ K. Therefore, the half life period for a first order reaction is T half is equal to 0.693 divided by K. ഇക്വേഷൻ കിട്ടിയത് മനസ്സിലായോ? ഇക്വേഷൻ കിട്ടിയത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതി അവിടെ നമ്മൾ ടിക്ക് ടി ഹാഫ് കൊടുത്തപ്പോൾ എന്താണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയായി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എന്താണ് ആറിന്റെ സ്ഥാനത്ത് നമ്മൾ R0/2 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയതാണ് T half is equal to 0.693/K എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ഹാഫ് ലൈഫ് പീരീഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, in the case of zero order reaction T half is directly proportional to the initial concentration of the reactant and inversely proportional to the rate constant നമ്മൾ പറഞ്ഞു. What about the T half for the first order reaction? ഇതിനകത്തും നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ T halfന്റെ ഇക്വേഷൻ നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? R0 എന്ന ഒരു ഫാക്ടറി ഇക്വേഷനിൽ വന്നിട്ടുണ്ടോ? ഇല്ല. Which means the T half അല്ലെങ്കിൽ the half life period for a first order reaction is independent of the initial concentration of the reactant.
മനസ്സിലായോ? അപ്പോ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഇൻഡിപെൻഡന്റ്, ഡിപെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ദി initial concentration of the reactant. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് അതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇക്വേഷനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. So this is the equation for calculating the half life period of a first order reaction. അപ്പോൾ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡും കിട്ടി, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റഡിന്റെ ഇക്വേഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ഇക്വേഷന്റെ ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ ബൈഹേർട്ട് ചെയ്യണം നമുക്ക് പ്രോബ്ലംസ് ഇതുമായി ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്കിപ്പം ഹാഫ് ലൈഫ് പീരീഡ് എന്താണെന്നുള്ളത് മനസ്സിലായി. സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും കേസിൽ ഡെറിവേഷൻ എങ്ങനെയാണ്, ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. The first one, a first order reaction is found to be have a rate constant K is equal to 5.5 into 10 raised to minus 40 second raised to minus 1. Find half life of the reaction. So ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തിന്റെ വാല്യൂ തന്നിരിക്കുന്നത്? റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. That is K is equal to 5.5 into 10 raised to minus 40 second raised to minus 1 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹാഫ് ലൈഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. We know the half life of a first order reaction is T half is equal to 0.693 divided by K. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. K യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല അല്ലേ. That is 0.693 divided by K യുടെ വാല്യൂ, that is 5.5 into 10 raised to minus 40. ഓക്കെ, അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ you will get 1.26 into 10 raised to 30 seconds. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് ചോദിക്കും. So moving to the next problem, that is show that in a first order reaction the time required for the completion of 99.9% is 10 times of half life of the reaction. എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഇതൊരു പ്രൂഫ് ആണ്, പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ the time required for completion 99.9% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് is 10 times of the half life of the reaction. ആ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ 10 ടൈംസ് ആയിരിക്കണം. അതായത് ഇപ്പൊ നമുക്ക് 99.9% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമുക്ക് ടി എന്ന് വിളിക്കാം. ഓക്കെ, ഹാഫ് ലൈഫിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ടി ഹാഫ് എന്നാണല്ലോ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ 99.9% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഹാഫ് ലൈഫിന്റെ 10 ടൈംസ് എന്നാ പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് ഹാഫ് ലൈഫ് ഇൻടു 10. അപ്പൊ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലയോ? ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ് ഇൻടു 10. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നുള്ള കേസ് നമുക്കറിയാം. അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ എന്താണ്? ടി ഹാഫിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എത്രയാണ്? 0.693 by K ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതിനു മുന്നേ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ എഴുതണം. ബിക്കോസ് നമുക്കറിയാം 99.9% തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ആദ്യം എഴുതാം. ദാറ്റ് ഈസ് K is equal to 2.303 divided by T log R0 divided by R. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നുള്ള കേസ് നമുക്കറിയാം. ഇനി ഇതിനകത്തില് നമ്മുടെ R0 എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. യെസ്, 100 ആണെന്ന് നമ്മൾക്കറിയാം. അതേപോലെ R എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? യെസ്, 100 മൈനസ് എത്രയാണ് കംപ്ലീഷൻ പറഞ്ഞേക്കുന്നത്? 99.9. ദാറ്റ് ഈസ് 100 മൈനസ് 99.9 ആണല്ലോ. യെസ്, അപ്പൊ എത്ര വരും? 0.1.
0.1 ആണ് R എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് ഈ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? That is k is equal to 2.303 by t log എന്ത് വരും 100 അല്ലെ, log 100 divided by 0.1 ആണല്ലോ. ഈ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റി എഴുതുവാണ്. That is k is equal to 2.303 by t log 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ തന്നെ 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1/10 ആണ് അല്ലെ. അതിനെ നേരെ റെസിപ്രോക്കൽ ഇടുമ്പോൾ മുകളിൽ വരുമ്പോൾ 10⁻1 ആവുമല്ലോ. യെസ്, അപ്പൊ 10 സ്ക്വയർ × 10⁻1 എന്ന് പറയുന്നത് 10 ക്യൂബ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് 10 ക്യൂബ് എന്ന് മാറ്റി എഴുതാമല്ലോ. യെസ്, എഴുതാം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ലോഗ് x⁻n n log x എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? That is k is equal to 2.303 divided by t into 3 log 10 ആണല്ലോ. 3 log 10 എന്ന് വരും. We know log 10 is equal to 1. അപ്പൊ ഈ ടേം എന്തായി പോകും? 1 ആയിട്ട് മാറും ആണല്ലോ. ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ k is equal to ഈ t നെ നമുക്ക് t വെച്ചുള്ള റിലേഷൻ ആണ് വേണ്ടത്. അപ്പൊ t നെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം. t is equal to 3 into 2.303 divided by t. Sorry, k. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനിയും നമുക്ക് t ഹാഫ് വേണം. നമ്മുടെ t യുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി t ഹാഫിന്റെ ഇക്വേഷനോട് എഴുതിയിട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാം. We know the t half of a first order reaction is 0.693 divided by k ആണല്ലോ. യെസ്, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ t/t ഹാഫ് ചെയ്യാം. അതായത് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ എന്ത് കിട്ടും എന്ന് നോക്കാം. നമുക്ക് എങ്ങനെയായാലും റിലേഷനിലേക്ക് എത്തണമല്ലോ, പ്രൂവ് ചെയ്യണമല്ലോ. അപ്പൊ t/t ഹാഫ് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 into 2.303 divided by k ആണല്ലോ. യെസ്, ഡിവൈഡഡ് ബൈ എന്താണ്? 0.693 divided by k ആണല്ലോ. യെസ്, അപ്പൊ എങ്ങനെ വരും? വിച്ച് ഈസ് ഈക്വൽ ടു 2.303 into 3 എന്ന് പറഞ്ഞാൽ ആരാണ്? 909.6 അല്ലെ. 6.909 ആണ് 3 into 2.303 എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ k. ഇനി രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഇൻടു k by 0.693 എന്ന് വരും. ദാറ്റ് ഈസ് k and k ക്യാൻസൽ അല്ലെ. ഓക്കെ, അപ്പൊ ബാക്കി എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 6.909 ഡിവൈഡഡ് ബൈ 0.693 എന്ന് വരും. അപ്പൊ ഇതിന്റെ 9 പോയിന്റ് സംതിങ് വരും. നമ്മൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് 10 ആക്കി എഴുതുകയാണ് ചെയ്യുന്നത്. 10. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കിക്കേ, നമുക്കിപ്പോ കിട്ടിയത് എന്തുവാ? ഈ 10 എന്ന് പറയുന്ന വാല്യൂ എന്താ കിട്ടിയത്? t/t ഹാഫ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 10 എന്ന് കിട്ടിയത് ആണല്ലോ. അപ്പൊ ഇവിടുന്ന് t is equal to എന്ത് വരും? t half into 10 എന്ന് വരത്തില്ലേ? വരും. ഈ റിലേഷൻ അല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. യെസ്, അപ്പൊ നമുക്ക് ആ റിലേഷനിൽ എത്തിയില്ലേ? മനസ്സിലായോ? അപ്പൊ അത്രയും സിമ്പിൾ ആണ്. നമ്മുടെ പ്രോബ്ലത്തിൽ ചോദിച്ചത് 99.9% ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം അതിന്റെ ഹാഫ് ലൈഫിന്റെ 10 ടൈംസ് ആണെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി അങ്ങനെ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് എഴുതി. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് എഴുതുന്നതിന് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്തിച്ചേരേണ്ട ആളിനെ നേരത്തെ കിട്ടിയാൽ അതിനുള്ള മാർഗം മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. യെസ്, അപ്പൊ നമ്മൾ അതിൽ ആദ്യം പറഞ്ഞു 99.9% കംപ്ലീഷന്റെ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലെ. യെസ്, അപ്പൊ ആ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പെർസെന്റേജ് ആയതുകൊണ്ട് 100 ആയിട്ട് കൺസിഡർ ചെയ്തു. ഫൈനൽ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനകത്തിൽ ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നമ്മളുടെ എന്താണ് 99.9% കംപ്ലീഷന് വേണ്ട ടൈമിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തെടുത്തു ആണല്ലോ. ഇനി അതും പിന്നെ ഹാഫ് ലൈഫ്
ലൈഫുമായിട്ടുള്ള റിലേഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ അടുത്തത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ. അതൊക്കെ നമ്മളുടെ ഒരു എന്താണ് നമുക്ക് എത്തിച്ചേരേണ്ട ഫൈനൽ ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഡിവൈഡ് ആണോ മൾട്ടിപ്ലൈ ആണോ എന്തെങ്കിലും ചെയ്യണോ രണ്ട് സൈഡിൽ എന്തെങ്കിലും ആഡ് ചെയ്യണോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ റിയാക്ഷൻ അല്ലെ നമ്മുടെ ഇക്വേഷന്റെ കൺവീനിയൻസിനനുസരിച്ചാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ അതിൽ എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ we get the ഫൈനൽ ഇക്വേഷൻ. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു എന്താണ് ദ ടൈം റിക്വയർഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് 99.9% ഓഫ് ദ റിയാക്ഷൻ ഈസ് 10 ടൈംസ് ഓഫ് ദി ഹാഫ് ലൈഫ് ഓഫ് ദി ദാറ്റ് റിയാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇത്തരത്തിൽ പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. യെസ്, മൂവിംഗ് ടു ദി തേർഡ് പ്രോബ്ലം. ദാറ്റ് ഈസ് a first order reaction has a rate constant 1.15 into 10 raised to minus 3 second raised to minus 1. How long will 5 gram of this reactant take to reduce to 3 gram? എന്താ പറഞ്ഞത്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് k is equal to 1.15 into 10 raised to minus 3 second raised to minus 1. How long will 5 gram of this reactant? അപ്പൊ 5 gram ആയിരുന്നു ഈ റിയാക്ടന്റ്. 5 gram ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് എന്ത്? 5 gram എന്ന് പറയുന്നത് അല്ലെ. ദാറ്റ് ഈസ് R0യുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരുന്നു, 5 gram. Then reactant take to reduce to 3 gram. അപ്പൊ 5 gram ആയിരുന്ന റിയാക്ടന്റ് 3 gram ആയിട്ട് കുറയാൻ എടുക്കുന്ന ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 എന്ന് പറയുന്നത് അവിടുത്തെ ആരാണ്? ഫൈനൽ കോൺസെൻട്രേഷൻ ആണ് 3 gram എന്ന് പറയുന്നത് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? T½ ആണ്. അല്ല, T½ അല്ല, T ആണ്. സോറി, T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കുറയാൻ എടുത്ത ടൈം നേർ പകുതി എന്ന് പറയുമ്പോഴേ നമുക്കത് T½ ആക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹാഫ് ലൈഫ് ആണോ അതോ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണോ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. ബിക്കോസ് ഇവിടെ പകുതിയുടെ കാര്യമൊന്നും പറയുന്നില്ല. ഹാഫ് ആയിട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് T½ ആണ് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ അതല്ല. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അറിയാം. ദാറ്റ് ഈസ് k is equal to 2.303 by T log R0 by R അല്ലെ. ഇതാണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനകത്ത് T ആണ് കാണുന്നത്. ദാറ്റ് ഈസ് T is equal to 2.303 divided by k യുടെ വാല്യൂ 1.15 into 10 raised to minus 3 ആണല്ലോ. യെസ്, ലോഗ് R0 എന്ന് പറയുന്നത് ആരാണ്? 5 ആണ്. ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ആദ്യം ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് 5/3 ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ലോഗ് എടുക്കണം. എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 444 സെക്കൻഡ്സ് എന്ന് കിട്ടും. അപ്പോ എന്താണ്? ഈ ഒരു റേറ്റ് കോൺസ്റ്റന്റിലുള്ള റിയാക്ടന്റിന്റെ 5 gram 3 gram ആയിട്ട് കുറയുമ്പോൾ എടുക്കുന്ന ടൈം എത്രയാണ്? 444 സെക്കൻഡ്സ് ആണെന്നുള്ളത് മനസ്സിലായി. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ദ ഹാഫ് ലൈഫ് ഫോർ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് carbon 14 is 5730 years. An archaeological museum containing wood had only 80% of the carbon 14 found in a living tree. Estimate the age of the sample. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു C14 നിങ്ങൾക്ക് അറിയാം. കാർബൺ 14 നിങ്ങൾ ഐസോട്ടോപ്പ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. C14ന്റെ റേഡിയോ ആക്റ്റീവ് ഡീകേ നടത്തിയപ്പോൾ അതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കിട്ടിയത് 5730 ഇയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് ആണ്, അതായത് T½ അതെന്ന് പറയുന്നത് 5730 ഇയേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി an archaeological museum containing wood had only 80% of the C14 found in a living tree. ഇനി ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലുള്ള വുഡിനകത്തില് അവിടുത്തെ ഫോറസ്റ്റിൽ നമ്മൾ കണ്ടെത്തിയത് ഒരു ലിവിംഗ് ട്രീയിലെ C14ന്റെ അളവ് എത്രയേ ഉള്ളൂ? 80% മാത്രമേ ഉള്ളൂ. അത്രയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്.
എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് ദി സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിളിന്റെ ഏജ് കണ്ടുപിടിക്കണം. അതിന് എത്ര കാലപ്പഴക്കമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ടി ആണ്. എത്ര കാലപ്പഴക്കം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണണം. അപ്പൊ അത് നമുക്ക് ടി ആണ് വേണം. ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കൂടുതലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിലുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടി ഹാഫ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫിന്റെ ഇക്വേഷൻ അറിയാം. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണെന്ന് അറിയാം. അപ്പൊ നമ്മുടെ കയ്യിൽ ടി ഹാഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ടി ഹാഫിന്റെ അകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആണല്ലോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തതായതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പകരം സീറോ ഓർഡർ റിയാക്ഷൻ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ R0യുടെ വാല്യൂ ഒക്കെ വേണം. പക്ഷെ നമുക്കത് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആണല്ലോ? യെസ്. That is 0.693 divided by എന്താണ്? ടി ഹാഫിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 5730 ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1.209 into 10 raised to -4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? യെസ്, ഈ സാമ്പിളിന്റെ ഏജ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എത്രയാണ്? K is equal to 2.303 divided by T log R0 by R. ഇതാണല്ലോ നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആണ്. അപ്പൊ ഇതിനകത്തില് നമുക്ക് വേണ്ടത് T ആണ്. കെയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തി. ഇനി R0യും Rഉം നമ്മൾ പറഞ്ഞു അവിടുത്തെ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലെ ഫോറസ്റ്റിനകത്തില് ഒരു ലിവിംഗ് ട്രീയില് C14 എത്രയുണ്ട്? 80% ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? യെസ്. അപ്പൊ R0 നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത്? 100 ആണ്. അത് നമുക്കറിയാം അല്ലെ? യെസ്. ഇനി ആറിന്റെ വാല്യൂ എത്ര വരും? യെസ്, നമ്മൾ കഴിഞ്ഞു പോയ പ്രോബ്ലംസിലൊക്കെ നമ്മൾ പറഞ്ഞു ഇത്ര പെർസെന്റേജ് കംപ്ലീറ്റ് ചെയ്തു, 99.9% കഴിഞ്ഞു, അല്ലെങ്കിൽ 90% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ബാക്കി വരുന്നത് ആ റിയാക്ഷൻ അത്രയും പെർസെന്റേജ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി വരുന്നതാണ് അതിന്റെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യലിൽ നിന്നും ആ പെർസെന്റേജ് മൈനസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ചോദ്യത്തിൽ അങ്ങനെയല്ല. ഇവിടുത്തെ ചോദ്യത്തില് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ലിവിംഗ് ട്രീയില് 80% C14 ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ അത് അവിടെ പൂർണ്ണമായതല്ല, അവിടെ പ്രസന്റ് ആയിരിക്കുന്ന അളവാണ്. അതുകൊണ്ട് നമ്മളുടെ ഇവിടുത്തെ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 80%. ഒരിക്കലും അവിടെ 100ൽ നിന്ന് 80 മൈനസ് ചെയ്ത് 20 എഴുതരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോബ്ലം നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം വാല്യൂസ് എഴുതാനായിട്ട്. അപ്പൊ ഇവിടുത്തെ ഫൈനൽ കോൺസെൻട്രേഷൻ നമ്മുടെ കയ്യിൽ 80% ഉണ്ട്. അപ്പൊ നമ്മൾ ആറിന്റെ വാല്യൂ എത്രയാണ് എടുക്കേണ്ടത്? 80 ആണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ എന്തുകൊണ്ടാണെന്നുള്ളത്? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് T is equal to 2.303 divided by K log 100 divided by 80. ക്യാൻസൽ ആവുമല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്തില് കെയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 2.303 divided by 1.209 into 10 raised to -4 log എന്താണ്? 10 divided by 8. മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇത് വന്ന വഴി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു C14ന്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, 5730 ഇയേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് 80% ഉണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ? അതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ കോൺസെൻട്രേഷന് 80 ആയിട്ട് എടുത്തത്. അല്ലെ 80% അവിടുന്ന് നശിച്ചു പോയി എന്ന് അവർ പറയുന്നില്ല. അങ്ങനെ അത് നശിച്ചു പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി 20 ഉള്ളെന്ന് പറയാം. പക്ഷെ 80% നിലവിൽ അവരിപ്പോൾ കണ്ടെത്തിയത് കൊണ്ടാണ് നമ്മൾ ഫൈനൽ കോൺസെൻട്രേഷനെ 80 ആയിട്ട് കൺസിഡർ ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്തു? ടി ഹാഫിന്റെ വാല്യൂ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ R0 ഉണ്ട്, R ഉണ്ട്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇതിന്റെ എന്താണ് ഇത് ഫൈനൽ ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1.84 into 10 raised to 3 എന്നാണ് നിങ്ങൾക്ക് അതിന്റെ ഏജ് കിട്ടുന്നത്, സാമ്പിളിന്റെ ഏജ് കിട്ടുന്നത്. ഇത്രയും കാലപ്പഴക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ?
Next problem, a first order reaction takes 40 minutes to 30% decomposition. Find T half. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, അതിന് 30% ഡീകമ്പോസ് ചെയ്യാൻ അത് 40 മിനിറ്റ്സ് എടുത്തെങ്കിൽ അതിന്റെ ടി ഹാഫ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കേ 30% ഡീകമ്പോസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഫൈനൽ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 100ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ അത് ഓരോ ക്വസ്റ്റ്യനെ മീനിങ് മനസ്സിലാക്കി വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ടി ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി ഹാഫിന്റെ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡറിൽ നമുക്കറിയാം, ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? യെസ്. പക്ഷെ നമുക്ക് കെയുടെ വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അവരൊരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. 30% ഡീകമ്പോസിഷന് 40 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ നിന്നും കെയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി നോ ദി ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0 ബൈ R അല്ലെ? ഇവിടെ R0 എന്ന് പറയുന്നത് 100 ആണ്. R0 is equal to 100. Then 30% decomposition നടന്നതുകൊണ്ട് R ന്റെ വാല്യൂ 100 minus 30 is equal to 70. Okay. Then substitute ചെയ്യുക. That is എന്താണ്? K is equal to 2.303 divided by 40 അല്ലെ? 40 minutes ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then log 100 divided by 70 ആണല്ലോ? യെസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 8.76 എന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി നമ്മൾ എവിടെ കൊടുക്കണം? അത് ടി ഹാഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ 8.76 കിട്ടും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.079 എന്നാണ് ടി ഹാഫിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കെയുടെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്റഗ്രേറ്റഡ് ഇക്വേഷനിൽ നിന്നും അത് കണ്ടെത്തിയതിനു ശേഷം ടി ഹാഫിനകത്ത് അത് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. സോ ഹിയർ ഇസ് ദ നെക്സ്റ്റ് പ്രോബ്ലം. ഡ്യൂറിംഗ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വൺ ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് സ്ട്രോൺഷ്യം വിത്ത് ഹാഫ് ലൈഫ് ഓഫ് 28.1 years. If 1 gram of strontium was absorbed in the bones of a newly born baby instead of calcium, how much of it will remain after 10 years and 60 years if it is not lost metabolically? എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നാം. പക്ഷെ അത്ര കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടന്ന സമയത്ത് അവിടെ ഉണ്ടായ പ്രോഡക്റ്റുകളിൽ ഒരു പ്രോഡക്റ്റ് ആണ് സ്ട്രോൺഷ്യം. സ്ട്രോൺഷ്യം 90 എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റിന്റെ ഹാഫ് ലൈഫ് തന്നിരിക്കുന്നത് 28.1 years ആണ്. അപ്പൊ നമ്മളുടെ കയ്യിൽ ടി ഹാഫ് ഉണ്ട്. ഓക്കെ. ഇനി എന്താണ്? If 1 gram of strontium was absorbed in the bones of a newly born baby instead of calcium. ആ സമയത്ത് ഉണ്ടായ നവജാത ശിശു, ആ സമയത്ത് ജനിച്ച ഒരു കുഞ്ഞിന് കാൽഷ്യത്തിന് പകരം ആ കുഞ്ഞിന്റെ ബോൺസിൽ എത്തിയിരിക്കുന്നത് ഈ സ്ട്രോൺഷ്യത്തിന്റെ 1 gram ആണെന്ന് വിചാരിക്കുക. നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ആ കുഞ്ഞ് കാൽഷ്യത്തിന് പകരം അബ്സോർബ് ചെയ്തത് 1 gram സ്ട്രോൺഷ്യം ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ആ സ്ട്രോൺഷ്യത്തിന്റെ എത്രമാത്രം അംശം അതിന്റെ ശരീരത്തിൽ ബാക്കി ഉണ്ടാകും? അതേപോലെ തന്നെ 60 years കഴിയുമ്പോൾ അതിന്റെ ശരീരത്തിൽ സ്ട്രോൺഷ്യത്തിന്റെ എത്രമാത്രം അംശം ബാക്കി ഉണ്ടാകും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മെറ്റബോളിക്കലി സ്ട്രോൺഷ്യം അതിന്റെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയില്ല എങ്കിൽ എന്നുള്ള കാര്യമാണ്. മെറ്റബോളിക്കലി പോയാലൊന്നും കാണത്തില്ല. അപ്പൊ നമ്മൾ അത് അസ്യൂം ചെയ്യുവാണ്. അതിന്റെ ബോഡിയിൽ നിന്ന് മെറ്റബോളിക്കലി സ്ട്രോൺഷ്യം പോയിട്ടില്ല എങ്കിൽ ആഫ്റ്റർ 10 years ആൻഡ് ആഫ്റ്റർ 60 years എത്രമാത്രം അംശം അതിന്റെ ശരീരത്തിൽ ബാക്കി ഉണ്ടാകും? സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി കോൺസെൻട്രേഷൻ അല്ലെ? എത്രമാത്രം അംശം ബാക്കി ഉണ്ടാകും എന്ന് നമ്മളോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? എത്രമാത്രം സ്ട്രോൺഷ്യം അതിന്റെ ബോഡിയിൽ ബാക്കി ഉണ്ടാവും. അപ്പൊ എത്രമാത്രം സ്ട്രോൺഷ്യം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് റിയാക്ടന്റ് അല്ലെ ആ പ്രോഡക്റ്റ് അതിന്റെ ശരീരത്തിൽ ഉണ്ടാകും എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ആണല്ലോ? അപ്പൊ ഇനി എങ്ങനെ കണ്ടുപിടിക്കാം
എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യം ടി ഹാഫ് ആണ് അല്ലെ. യെസ്, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ടി ഹാഫ് തന്നിട്ടുള്ളത് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 28.1 ഇയേഴ്സ് ആണ് ടി ഹാഫ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടി ഹാഫ് തന്നാൽ അതിൽ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എന്താണ്? k is equal to 0.693 divided by t half ആണ്. That is equal to 0.693 divided by t half ന്റെ വാല്യൂ 28.1 ആണ്. 28.1 is equal to calculate ചെയ്യുമ്പോൾ you will get 2.46 into 10 raised to minus 2 എന്ന് കിട്ടും. k യുടെ വാല്യൂ 2.46 into 10 raised to minus 2. ഓക്കെ, ഇനി എന്താണ് നമുക്ക് വേണ്ടത്? 10 ഇയേഴ്സ് കഴിഞ്ഞ് എത്രമാത്രം കോൺസെൻട്രേഷൻ ഉണ്ട്, 60 ഇയേഴ്സ് കഴിഞ്ഞ് എത്രമാത്രം കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് k is equal to 2.303 by t log r0 divided by r. ഇതാണല്ലോ നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. യെസ്, ഇനി ഇതിനകത്ത് അത് എത്രമാത്രമാണ് അബ്സോർബ് ചെയ്തത്? 1 ഗ്രാം ആണ് ആ സമയത്ത് അത് അബ്സോർബ് ചെയ്തത്. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട കോൺസെൻട്രേഷൻ 10 വർഷം കഴിഞ്ഞിട്ടുള്ളത്, അതായത് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ 10 വർഷം കഴിഞ്ഞുള്ളതും കാണണം, 60 വർഷം കഴിഞ്ഞുള്ളതും കാണണം. അപ്പൊ രണ്ടായിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 10 ഇയേഴ്സ് ശേഷം എത്രമാത്രം കോൺസെൻട്രേഷൻ അതിന്റെ ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ടീനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. k into t which is equal to 2.303 log എന്താണ് 1. അതിന് മുമ്പ് ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുവാണ്, കാരണം നമുക്ക് തന്നിട്ടുള്ളതൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ലോഗ് r0 by r എന്ന് പറഞ്ഞാൽ ലോഗ് a by b ഫോമിലാണ് കിടക്കുന്നത്. ലോഗ് a by b എന്ന് പറഞ്ഞാൽ ലോഗ് a മൈനസ് ലോഗ് b ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഫോർമാറ്റിലേക്ക് ഞാൻ ഇതിനെ തിരിച്ചെഴുതുന്നു. അതായത് ലോഗ് r0 by r നെ ലോഗ് r0 മൈനസ് ലോഗ് r എന്ന് എഴുതുവാണ്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ നമുക്ക് ഇതിനകത്ത് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ശരി, ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. kt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.46 into 10 raised to minus 2 k യുടെ വാല്യൂ. ടൈം ആദ്യം 10 ഇയേഴ്സ് കഴിഞ്ഞുള്ളത് കണ്ടുപിടിക്കാം. അതുകൊണ്ട് ആദ്യം നമുക്ക് 10 കൊടുക്കാം. which is equal to 2.303 log r0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ശരിയല്ലേ? യെസ്, ദാറ്റ് ഈസ് എന്താണ്? അപ്പൊ ഇത് ഇൻറ്റു ലോഗ് മൈനസ് ലോഗ് r ആണല്ലോ. യെസ്, അപ്പൊ ഇവിടെ 2.303 മൾട്ടിപ്ലൈ ചെയ്തു, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് 2.46 into 10 raised to minus 2 into 10 divided by 2.303 ആണല്ലോ. യെസ്, which is equal to log 1 എന്ന് പറഞ്ഞാൽ 0 ആണ് ആണല്ലോ. 0 മൈനസ് ലോഗ് r. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ലോഗ് ആറിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് എന്താണ്? ലോഗ് r is equal to എന്താണ്? ഇവിടെ 0 ഉണ്ട്, മൈനസ് എന്ത് വരും? 2.46 into 10 raised to minus 2 into 10 divided by 2.303 എന്ന് കിട്ടും. ശരിയല്ലേ? വാല്യൂ കണ്ടുപിടിച്ചതൊക്കെ അല്ലേ? യെസ്, അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ചെയ്തത്? ഇതിനകത്തിലെ ടി ഹാഫിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് 10 ഇയേഴ്സിന് ശേഷവും 60 ഇയേഴ്സിന് ശേഷവുമുള്ള എന്താണ് ഇയാളുടെ എത്രമാത്രം കോൺസെൻട്രേഷൻ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആവശ്യമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ട്, നമുക്ക് ഫൈനൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി നമുക്ക് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആദ്യം നമ്മൾ 10 ഇയേഴ്സിനുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ലോഗ് ആറിന്റെ വാല്യൂ മൈനസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ലോഗ് ആറിന്റെ വാല്യൂ ആണ്. ലോഗ് r is equal to മൈനസ് 0.1068 എന്ന് കിട്ടും. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ലോഗ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേണ്ടത് എന്താണ്? r ആണ്. ഫൈനൽ കോൺസെൻട്രേഷൻ ആഫ്റ്റർ 10 ഇയേഴ്സ് ആണ് അല്ലെ.
യെസ്. അപ്പൊ log r is equal to minus 0.1068 ആണെങ്കിൽ ഇവിടെ നിന്ന് r ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ആന്റി ലോഗ് എടുക്കുക. സോ ആന്റി ലോഗ് എടുക്കുമ്പോൾ you will get 78.19 into 10 raised to minus 2 എന്ന് കിട്ടും. 78.19 into 10 raised to minus 2. അപ്പൊ ഇത്രയും മാത്രം കോൺസെൻട്രേഷൻ അതിന്റെ ശരീരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളത് കിട്ടും. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇത്രയും ഗ്രാം ആണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇതേപോലെ തന്നെ ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ 60 ഇയേഴ്സിന് ശേഷമുള്ള കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ 60 ഇയേഴ്സിന് ശേഷമുള്ള കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് എന്താണ്? K is equal to 2.303 by T log R0. ഞാൻ ഇവിടെ ഇക്വേഷനെ ഇപ്പൊ തന്നെ അങ്ങ് മാറ്റി എഴുതുവാണ് കേട്ടോ. മൈനസ് ലോഗ് ആർ. കുഴപ്പമില്ലല്ലോ? Then K into T divided by 2.303 which is equal to log എന്താണ്? R0 minus log R. ഓക്കെ, ഒരെണ്ണം കിട്ടിയാൽ പിന്നെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, കെ എന്ന് പറയുന്നത് എത്രയാണ്? കെ ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? 60 ആണ് അല്ലെ? കെ is equal to 2.46 into 10 raised to minus 2. ഓക്കെ, കെ is equal to 2.46 into 10 raised to minus 2 into 60 ഇയേഴ്സിന് ശേഷമാണ്. അതുകൊണ്ട് ടി എന്ന് പറയുന്നത് 60 divided by 2.303 which is equal to ലോഗ് 0 R0 എന്ന് പറയുന്നത് 1 ആണ്. ലോഗ് 1 എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് 0 മൈനസ് ലോഗ് R ആണല്ലോ? യെസ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യെസ്, ലോഗ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് which is equal to എന്താണ്? മൈനസ് 0 മൈനസ് 2.46 into 10 raised to minus 2 into 60 divided by 2.303 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ you will get the value of log r as minus 0.640 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് r ന്റെ വാല്യൂ ആണ്. ടേക്കിംഗ് ആന്റി ലോഗ് ദാറ്റ് ഈസ് r is equal to ആന്റി ലോഗ് എടുക്കുമ്പോഴത്തേക്കും 22.9 into 10 raised to minus 2 gram എന്ന് കിട്ടും. അപ്പൊ 60 വർഷങ്ങൾക്ക് ശേഷം 22.9 into 10 raised to minus 2 gram ആണ് അതിന്റെ ശരീരത്തിൽ ഉള്ളത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ രീതിയിലുള്ള പ്രോബ്ലംസും ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ പ്രോബ്ലത്തിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പൊ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ? അപ്പൊ ഇനി നമ്മളിവിടെ അതിന്റെ ഒരു എക്സെപ്ഷണൽ കേസാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ എന്ന വേർഡിന്റെ മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഫേക്ക് അല്ലെങ്കിൽ ഫോൾസ് എന്നൊക്കെയുള്ള മീനിങ് ആണ് അല്ലെ? അപ്പൊ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫേക്ക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലെ ഫോൾസ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ ആ വേർഡിന്റെ മീനിങ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. certain reactions appears to follow higher order but actually it follows lower order kinetics. Such reactions are known as pseudo order reaction അല്ലെങ്കിൽ pseudo first order reaction. അതായത് ചില റിയാക്ഷൻസ് നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഹയർ ഓർഡർ ആണ്, അതായത് സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, അങ്ങനത്തെ ഹയർ ഓർഡർ റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി നമ്മൾ അതിന്റെ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ അത് ഏത് ഓർഡർ ആയിരിക്കും? ലോവർ ഓർഡർ ആയിരിക്കും. സെക്കൻഡ് ഓർഡർ ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു റിയാക്ഷൻ അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് ഓർഡർ വരുന്നതിനെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ വെക്കുമ്പോൾ അതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്, നമുക്ക് അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഈഥൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3COO C2H5 ആണ്. ഓക്കെ, ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആണല്ലോ? യെസ്. അപ്പോ ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മളുടെ ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റിന്റെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു K ഡാഷ് ഇൻറ്റു, ഇപ്പൊ നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് K ഡാഷിന് കൊടുക്കുന്നു,
നമ്മൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണല്ലോ എഴുതുന്നത്. ദാറ്റ് ഈസ് CH3COOC2H5 ആണ് ഒരു റിയാക്ടന്റ്. അടുത്ത റിയാക്ടന്റ് ആരാണ്? വാട്ടർ ആണ്. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ശരി, ഇനി നമ്മൾ ഇതിന്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർഡർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ റേറ്റ് ലോ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ റേറ്റ് ലോ ഇതാണ്. ഈ റേറ്റ് ലോയ്ക്കകത്തിലെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇതാണ്. ഇവരുടെ പവർ ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ അവരുടെ പവറിനെ നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇയാളുടെ പവർ 1, രണ്ടാമത് വാട്ടറിന്റെ പവർ 1, 1 + 1 = 2. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഈ റിയാക്ഷൻ ഒരു സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? ബട്ട് ആക്ച്വലി ഈ ഒരു റിയാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതെങ്ങനെയാണ് ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയത്? യെസ്, ഇവിടെ നമ്മള് കോൺസെൻട്രേഷൻ ഓഫ് H2O എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ എന്താണ് ഈ K'(H2O) എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഈ K'(H2O)ക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊടുക്കാം. അപ്പൊ റേറ്റ് ഇക്വേഷൻ എങ്ങനെ മാറി? റേറ്റ് ഇസ് ഈക്വൽ ടു ഈ K'(H2O)ക്ക് പകരം എന്താ കൊടുക്കുന്നത്? കോൺസ്റ്റന്റ് ആയ K കൊടുത്തു. ദാറ്റ് ഈസ് K × CH3, കോൺസെൻട്രേഷൻ ഓഫ് CH3COOC2H5 കിട്ടി. ഇതാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ റേറ്റ് ഇക്വേഷൻ. അപ്പൊ ഇനി ഇതിന്റെ ഓർഡർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ആകെ ഒരു റിയാക്ടന്റേ ഉള്ളൂ, അതിന്റെ പവർ 1 ആണ്. സോ ദി ഓർഡർ ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് 1, which means this is a first order reaction. ശരിയല്ലേ? അപ്പൊ ഇതെന്താണ്? നമ്മൾ ഒറ്റയടിക്ക് നോക്കിയപ്പോൾ നമുക്ക് ഇതൊരു സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നത് പോലെ തോന്നി. ബട്ട് ആക്ച്വലി ഇറ്റ് ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. സോ ദിസ് റിയാക്ഷൻ ഈസ് കൺസിഡർഡ് ടു ബി എ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. മനസ്സിലായോ പറഞ്ഞത്? ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറിന്റെ തിയറി ഒക്കെ നിങ്ങൾ ഈ വർഷം തന്നെ ബയോമോളിക്യൂൾ എന്ന ചാപ്റ്ററിൽ പഠിക്കും. നമുക്കിവിടെ അതിന്റെ തിയറി അല്ല വേണ്ടത്, ഇക്വേഷൻ അതിന്റെ ഓർഡർ അത്രയും മാത്രം മതി. അപ്പൊ ഷുഗർ നിങ്ങൾക്കറിയാം എന്താണ്? സീറ്റോൾ H22O11 ആണല്ലോ. യെസ്. അപ്പൊ ഇതിന്റെ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് കിട്ടുന്നതെന്ന് അറിയാം, അല്ലെ? യെസ്. നമുക്കിവിടെ പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതി നോക്കുകയാണ്. റേറ്റ് ഇസ് ഈക്വൽ ടു K' × കോൺസെൻട്രേഷൻ ഓഫ് സീറ്റോൾ H22O11 × കോൺസെൻട്രേഷൻ ഓഫ് H2O. ഇതേപോലെ തന്നെ നമ്മൾ എഴുതി നോക്കുന്നു. ബട്ട് ഇവിടെയും എന്താണ്? വാട്ടറിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്? യെസ്, K' × H2O എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ. അങ്ങനെ ചില റിയാക്ഷൻസിൽ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആക്ച്വൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? K' × കോൺസെൻട്രേഷൻ ഓഫ് H2O വരെ K ആണ്, കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു സീറ്റോൾ H22O11 എന്ന് വന്നു, അല്ലേ? Therefore order of this reaction is 1, which means this is also a pseudo order reaction. മനസ്സിലായോ? അപ്പൊ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതാനാണ് ഈ രണ്ടെണ്ണം പറഞ്ഞത്. അപ്പൊ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ certain reaction appears to follow higher order kinetics, but actually it follows lower order kinetics. Such type of reactions are known as pseudo order reaction. Here are the two examples. The first one is hydrolysis of ethyl acetate and second one is hydrolysis of inversion of cane sugar. Okay.